കോക്സ് ബേ ബീച്ച്, ദി സർഫിംഗ് പാരഡൈസ്. ടോൺകിൻ ബീച്ചിൽ നിന്ന് നമ്മൾ പോയത് സർഫിങ്ങിന് ഏറെ പ്രസിദ്ധമായ കോക്സ് ബേ ബീച്ചിലേക്കായിരുന്നു. അതിരാവിലെയായിട്ടും സർഫിംഗ് ചെയ്യുന്ന ധാരാളം ആളുകളെ ഞാൻ അവിടെ കണ്ടുമുട്ടി. സർഫിംഗ് പരിശീലനം തരുന്ന ധാരാളം കമ്പനികളെ അവിടെ കാണാനിടയായി. അതിനോട് അത്ര പാഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. ബീച്ചിൽ നിന്ന് കാണുന്ന ആ മലയെ കീഴടക്കുകയായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. ആ ഹൈക്കിൻ്റെ തുടക്കം കണ്ടപ്പോഴേ എൻ്റെ മുന്നിൽ വരാനിരിക്കുന്ന ചലഞ്ചസ് എനിക്ക് ഊഹിക്കാമായിരുന്നു. ഒരാൾക്ക് കഷ്ടിച്ചു പോകാൻ പറ്റുന്ന വഴികളും ചെളി നിറഞ്ഞ പാതയും എന്നെ ഏറെ ആവേശഭരിതനാക്കി. എൻ്റെ വാട്ടർ പ്രൂഫ് ഹൈക്കിംഗ് ഷൂസ് എന്നെ ശരിക്കും രക്ഷിച്ചു. ഡിഫിക്കൽറ്റി ലെവൽ കുറച്ച് എക്സ്ട്രീം ആയതുകൊണ്ട് തീരെ ആളുകൾ കുറവായിരുന്നു ഈ ഹൈക്കിൽ. എക്സ്ട്രീം കുത്തനെയുള്ള കയറ്റമായിരുന്നിട്ടും എനിക്ക് മുന്നേ പോയ കപ്പിൾസിനെ ഒന്ന് ചേസ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ചിലയിടങ്ങളിലൊക്കെ ഡിഫിക്കൽറ്റി ലെവൽ എക്സ്ട്രീമായി വന്നു. പിന്നെ ഈ ഫോണും പിടിച്ചുള്ള യാത്ര അത്ര നിസ്സാരമായിരുന്നില്ല. കപ്പിൾസിനെ ഈസിയായി ചേസ് ചെയ്തിട്ട് ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ കെ ജോസഫ് എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. സമ്മിറ്റ് എത്താറായപ്പോഴുള്ള പാത അതീവ ദുഷ്കരമായിരുന്നു. അത്ര കഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിലെത്തിയപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയം കീഴടക്കുന്നതായിരുന്നു. ലാസ്റ്റ് ഇയർ പോയ ലേക്ക് ലൂയിസിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ചയുടെ അതേ ഒരു വൈബ് എനിക്ക് ഇവിടെയും ഫീൽ ചെയ്തു. ആ അത്ഭുതം കണ്ടു നിൽക്കവേ രണ്ടുപേർ എൻ്റെ അടുത്തേക്ക് വന്നു. ക്യൂബക്കിൽ നിന്നുള്ള സുഹൃത്തുക്കളായ എമയും ഒളീവിയയുമായിരുന്നു അത്. അവരുടെ യാത്രാനുഭവങ്ങൾ എനിക്ക് പുതിയ ഊർജം നൽകി. എനിക്കായി കുറേ നല്ല പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തു തന്നിട്ടാണ് അവർ എന്നോട് വിട പറഞ്ഞത്.